ഹലോ, ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. കോഫി പുഡിംഗ്. കൊച്ചു കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ കോഫി പുഡിംഗ്. പ്രത്യേകിച്ച് കോഫി ലവേഴ്സിന് ഒത്തിരി ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റം. ഇതിനാദ്യം വേണ്ടത് അടികട്ടിയുള്ളൊരു പാത്രം. ഈ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ചുള്ള പഞ്ചസാര എടുക്കാവുന്നതാണ്. ഈ പഞ്ചസാര എടുത്തിരിക്കുന്നത് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ടാണ്. ഒരു 3 to 4 മിനിറ്റ്സുള്ളിൽ തന്നെ നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറിൽ നമുക്ക് ഷുഗർ സിറപ്പ് ആയി കിട്ടും. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇങ്ങനെ കിട്ടിയ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിക്കുകയാണ്. ഇത് വാം മിൽക്കാണ് കേട്ടോ. ഞാൻ ഈ പാല് തിളപ്പിച്ചെടുത്ത് ചൂട് മാറ്റിയെടുത്ത് ഒഴിച്ചതാണ്. ചൂടോടുകൂടി ഒരിക്കലും പാലൊഴിക്കരുത്, പാലൊഴിച്ച് അത് പിരിഞ്ഞു പോകും. ഇപ്പം നമുക്ക് കാണാം ആ ഷുഗർ സിറപ്പ് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നത്. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ പാലിൻ്റെ ഇതും അടിയിൽ നിന്നുള്ള ചൂടൊക്കെ ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് തന്നെ മെൽറ്റായി വരും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കോഫി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഇതിന് ശേഷം എനിക്ക് പോരാതെ തോന്നി കുറച്ചും കൂടി കോഫി പൗഡർ ഇട്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ കോഫിയുടെ ടേസ്റ്റ് വേണ്ടത് അതനുസരിച്ചുള്ള കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഒത്തിരി ഇട്ടത് ഇത് കഴിക്കും കേട്ടോ. അതിനുശേഷം ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ്ചറാണ് ഞാൻ ഒഴിക്കുന്നത്. ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തതാണ് ഈ ഒഴിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക. ഒരു 6 to 7 മിനിറ്റ്സ് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറേ ഇളക്കി കഴിയുമ്പോൾ നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്കൊരു മിശ്രിതം കിട്ടും. ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കി നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് അതൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഷേപ്പിലാണോ വേണ്ടത് അതനുസരിച്ചുള്ള പാത്രം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് എടുക്കാൻ പോവാണ് കേട്ടോ. മിനിമം ഒരു 1 മണിക്കൂറെങ്കിലും ഇത് റെഫ്രിജറേറ്ററിൽ വെച്ചിരിക്കണം. ഒരു മണിക്കൂറിന് ശേഷം എടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടു. നിങ്ങൾക്കൊരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിലേക്കോ എടുത്തിടാവുന്നതാണ് കേട്ടോ. ദാ കണ്ടില്ലേ, നല്ല ഷേപ്പിൽ നല്ല രസമായിട്ട് നല്ലൊരു കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇതിലെന്തോ കുറവ് എനിക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്തെന്നോ, കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ടൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്കത്ര ഡിസൈനിങ് ഒന്നും അറിയാത്തത് കൊണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചോക്ലേറ്റ് വാരി വലിച്ച് ഒഴിച്ചു. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ആ കോഫിയുടെ ടേസ്റ്റ് എല്ലാം കൂടെ വരുമ്പോഴത്തേന് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചുള്ളൂ കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് പോവാണ്. കട്ട് ചെയ്ത് വെച്ചൊരു ക്യൂബ്സ് ഞാൻ എടുത്ത് നോക്കുവാണ്. കണ്ടില്ലേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഭയങ്കര ഗുളുഗുളാന്നിരിക്കുന്നു. അതിന് മുകളിലെ ചോക്ലേറ്റൊക്കെ ചെറുതായിട്ട് സ്പ്രെഡ് ആയത് നോക്കണ്ട കേട്ടോ. ചച്ചു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ അവൾ അങ്ങനെ പുതുതായിട്ടൊരു ഐറ്റം കിട്ടി കഴിക്കുന്നതൊന്നുമല്ല. പക്ഷേ ഇതെന്തോ അവൾക്ക് കണ്ടപ്പോഴും ഒരു കാണാനും ഒരു പിന്നെ കഴിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവളതിങ്ങനെ ലുക്കിംഗ് ലൈക്ക് ജെല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യണം വീട്ടിൽ. നന്നായിട്ട് ഇത് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.